സ്കൂൾ കായികമേളയിൽ ചാമ്പ്യൻ പട്ടം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച സ്കൂളുകളെ വിലക്കിയ നടപടി സർക്കാരുമായി ആലോചിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കുമെന്ന് കോതമംഗലം മാർ ബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിൽ പറഞ്ഞു. വിലക്കുമൂലം കായിക പ്രതിഭകളുടെ അവസരം നഷ്ടമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ നവംബർ മാസം കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ട്രോഫി വിവാദത്തെ തുടർന്ന് കോതമംഗലം മാർബേസിൽ ഉൾപ്പെടെ 2 സ്കൂളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മലപ്പുറം നാവാമുകുന്ദ HSS, കോതമംഗലം മാർബേസിൽ HSS എന്നീ സ്കൂളുകൾക്ക് എതിരെയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കടുത്ത നടപടി. അത്ലറ്റിക്സിലെ സ്കൂൾ തല ചാമ്പ്യൻ പട്ടത്തിന് ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് സ്കൂളുകളെ കൂടി പരിഗണിച്ചതാണ് തർക്കങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയത്. എന്നാൽ മികച്ച രീതിയിൽ നടന്ന കായികമേള ശോഭ കെടുത്തും വിധം 2 സ്കൂളുകൾ പരസ്യ പ്രതിഷേധം നടത്തി എന്നതായിരുന്നു അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. തുടർന്ന് സ്കൂളുകൾ ക്ഷമാപണം നടത്തുകയും ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് ആകട്ടെ അടുത്ത വർഷത്തെ സ്കൂൾ കായികമേളയിൽ നിന്നും ഈ സ്കൂളുകളെ വിലക്കി. ഈ വിലക്ക് മൂലം കായിക പ്രതിഭകളുടെ അവസരം നഷ്ടമാകുമെന്നാണ് കോതമംഗലം മാർബേസിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം. ഈ സാഹചര്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് പ്രശ്ന പരിഹാരമുണ്ടാക്കുമെന്ന് സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ മീഡിയ 60 പറഞ്ഞു. ചെറിയപള്ളിയുടെ ഉടമസ്ഥതയിൽ നടത്തിവരുന്ന മാർബേസിൽ സ്കൂള് കഴിഞ്ഞ 26 വർഷമായി സ്പോർട്സ് രംഗത്ത് സ്റ്റേറ്റിലും നാഷണലിലും ഒളിമ്പിക്സിലും കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന കായികമേളയിലുണ്ടായ സംഭവം കുട്ടികൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ കുട്ടികളുണ്ടായ ഒരു വികാരപ്രകടനമാണ്. മാനേജ്മെന്റ് ഭാഗത്തുനിന്നോ സ്കൂളിന്റെ ഭാഗത്തുനിന്നോ അതിന് യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾക്ക് 150ഓളം കുട്ടികൾ ഈ സ്കൂളിൽ ഹോസ്റ്റൽ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ ഭാവിയെ പരിഗണിച്ച് MLA-യുമായിട്ട് ആലോചിച്ച് സർക്കാരുമായിട്ട് സംസാരിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുമായിട്ട് മുമ്പോട്ട് പോകും. മാനേജ്മെന്റിനെ വിളിച്ചില്ല, ടീച്ചറെയും അഡ്മിനിസ്ട്രേഷനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചു. അവര് പോയി അവർക്ക് പറയാനുള്ള ഭാഗങ്ങൾ പറഞ്ഞു. അവരൊരു റിപ്പോർട്ടായിട്ട് എഴുതി കൊടുത്ത് ക്ഷമാപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ തീരുമാനങ്ങളാണിത്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. മാനേജ്മെന്റ് എന്നുള്ളതിൽ ഞാൻ സ്പോർട്സ് മീറ്റിന് പോയിട്ടുണ്ടായിരുന്നില്ല. മാനേജ്മെന്റ് ഭാഗത്ത് യാതൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അതിനുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ വികാരമാണ്. കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടാണ്ട് വന്നപ്പോൾ കുട്ടികളുടെ ഒരു വികാര പ്രകടനമാണ് അവരവിടെ നടത്തിയത്. അതിന് മാനേജ്മെന്റുമായിട്ട് സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. മീഡിയ 60 കോതമംഗലം.